ഹായ് ഫ്രണ്ട്സ്, എവർക്കും റോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫാമിലേക്ക് പുതിയ 2 അതിഥികൾ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തമിഴിൽ പറഞ്ഞ പച്ചത്തത്ത, ഞാൻ യെല്ലോ ഷെയ്ഡ് കൊണിയൂർ. അതായത് കൊണിയൂർ കുടുംബത്തിലെ ഏറ്റവും വില കുറഞ്ഞ തത്തയും ചെറിയ തത്തയുമായ കൊണിയൂർ കുടുംബത്തിലെ 2ാമത്തെ ഐറ്റമാണ്. ഗ്രീൻ ചെക്ക് കൊണിയൂറാണ് ഇതിൻ്റെ ബേസിക്കലി. അതിൽ നിന്ന് നമുക്ക് മോട്ടിവേഷൻ വന്ന് സംഭവിക്കുന്നതാണ് ഇത് യെല്ലോ ഷെയ്ഡ്. പിന്നെ നമ്മൾ ആദ്യം മേടിച്ച പൈനാപ്പിൾ കൊണിയൂറൊക്കെ. അപ്പോൾ ഇത് പണ്ടൊക്കെ ഒരു 16-18 രൂപയൊക്കെ വില ഉണ്ടായിരുന്ന റേറ്റാണ്. ഇപ്പോൾ നമുക്കൊരു ഏകദേശം 3500-3000 രൂപയൊക്കെ കിട്ടും. DNA ഉൾപ്പെടെ 3500 അടുത്താവും. അപ്പോൾ ഒരു അഡൾട്ട് പെയറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുകയാണ്. ഈ കൂട് ഇത് കണ്ടേ, കൂട് സെറ്റ് ഉൾപ്പെടെ നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിതൊക്കെ ഇങ്ങനെ നമുക്ക് സ്ഥലമില്ലാത്ത നമുക്ക് ഭിത്തിയിലൊക്കെ നമുക്ക് തൂക്കി വെക്കാൻ പറ്റും ഇത്. പിന്നെ നമുക്ക് റെഡ്, നെഞ്ച് ഭാഗത്ത് റെഡും തലയിൽ ബ്ലാക്കും ചുണ്ട് ബ്ലാക്ക്, അങ്ങനെ അതിൻ്റെ ഒരു കളർ പാറ്റിയാണ്. ഇപ്പോൾ DNA നമുക്ക് എടുത്താൽ നമുക്ക് അറിയാൻ പറ്റും മെയിലും ഫീമെയിലൊക്കെ. അപ്പം അതാണ് നമുക്ക് എടുത്തിരിക്കുന്നത്. ഇത് കളർനാക്കാണ്. നമുക്കിതുപോലെ വെജിറ്റബിൾ കൊടുക്കാൻ പറ്റും. ബീൻസ്, ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട്, ഇതൊക്കെ നമുക്ക് വെജിറ്റബിളായിട്ട് കൊടുക്കാം. പിന്നെ സൺഫ്ലവർ സീഡ് കിട്ടും. നല്ല രീതിയിൽ ഇത് കഴിക്കും. പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനാറ്, ആപ്പിൾ, അതൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് ഇനത്തിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പിന്നെ നമ്മുടെ ചിന്നുവിനെ പോലത്തെ കുഞ്ഞുങ്ങൾ നമുക്ക് 25 ദിവസമൊക്കെ നമുക്ക് എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്ത് നമുക്ക് ഇണക്കി വളർത്താൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലായി മേടിക്കാൻ കാരണം നമ്മുടെ ഹാൻഡ് ഫീഡ് ചിക്സ് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ചിന്നുവിനെ കണ്ടിട്ട് നമ്മുടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇണങ്ങിയ തത്തകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇണക്കി കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കാം. ഇണക്കിയിട്ട് നമുക്ക് ഇതേപോലെ നമ്മുടെ ചിന്നുവിനെ പോലെ ഇണക്കി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇണക്കുന്ന പരുവത്തിൽ നമ്മൾ കുഞ്ഞുങ്ങളാകുമ്പോൾ കൊടുത്ത് അവരെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഇത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് മെയിൽ ഫീമെയിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ അറിയത്തില്ല. നമ്മൾ DNA എടുത്താൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എല്ലാം ഒരേപോലെ ഇരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട സാധനം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുപോലുള്ള വീഡിയോ ഇനി ഞാൻ വരുന്നതായിരിക്കും. ഇതിൻ്റെ നമുക്ക് അപ്ഡേറ്റ് ആയിരിക്കും തുറന്നുള്ള വീഡിയോ ഒക്കെ. നമ്മൾ കോഴിയുടെ വീഡിയോയുടെ കൂടെ ഇതും കൂടെ കാണുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പരിപാലനവും രീതികളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. മെഡിസിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. മെഡിസിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പറ്റിയുള്ള മെഡിസിൻ നമ്മൾ ഡിവാം ചെയ്യുന്ന വീഡിയോ അതൊക്കെ ചെയ്യണം. നമ്മളെപ്പോഴും മസ്റ്റായിട്ട് മേടിക്കുമ്പോൾ ഡിവാമും ചെയ്യണം. അതിൻ്റെ ഒപ്പം വൈറ്റമിനും മിനറൽസൊക്കെ കൊടുത്താലേ ഒന്ന് പറഞ്ഞാൽ നമ്മൾ വൈൽഡ് ലൈഫിൽ വളരുന്ന കിളികൾ. അപ്പം നമ്മളതിനെ പിടിച്ച് കൂട്ടിയിടുമ്പോൾ നമുക്ക് അതിനാവശ്യമായ ഫുഡും സപ്ലിമെൻറ്റൊക്കെ നമ്മൾ കൊടുത്താൽ മാത്രമേ അത് ബ്രീഡിങ്ങിൽ ആകത്തുള്ളൂ. ഇതൊക്കെ ഒരു വർഷത്തിൽ 2 എഗ്ഗൊക്കെ 2 പ്രാവശ്യം നല്ല രീതിയിൽ നോക്കി നമുക്ക് 4 പ്രാവശ്യമൊക്കെ എഗ്ഗിങ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. നമുക്ക് 5-6 കുഞ്ഞുങ്ങളെ കിട്ടും. 4-6 കുഞ്ഞുങ്ങളെ വരെ നമുക്ക് കിട്ടും. നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 6 കുഞ്ഞുങ്ങളെ നമുക്ക് എടുത്ത് ഫസ്റ്റ് ഇരുന്ന കുഞ്ഞിനെടുത്ത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 4 കുഞ്ഞുങ്ങൾ 5 കുഞ്ഞുങ്ങൾ അവർ നോക്കി എടുത്തോളൂ. ഒറ്റ ക്ലച്ച് നമുക്ക് 6 കുഞ്ഞുങ്ങളെ വരെയൊക്കെ കിട്ടും. 4-6 കുഞ്ഞുങ്ങളൊക്കെ കിട്ടും. അപ്പോൾ 2 ക്ലച്ചിലൊക്കെ നല്ല കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ